ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിലെ അബ്നോർമാലിറ്റീസ് എന്ന ടോപ്പിക്കിൽ നിന്നും PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, ദ ലാറ്ററൽ ഡീവിയേഷൻ ഓഫ് സ്പൈൻ ഈസ് കോൾഡ് ഡാഷ്. ലാറ്ററൽ ഡീവിയേഷൻ അഥവാ ലാറ്ററൽ ഡിഫോമിറ്റി ഓഫ് സ്പൈൻ ഈസ് കോൾഡ് ഡാഷ്. ഉത്തരം സ്കോളിയോസിസ്. ലാറ്ററൽ ഡീവിയേഷൻ ഓഫ് സ്പൈൻ ഈസ് കോൾഡ് സ്കോളിയോസിസ്. രണ്ടാമത്തെ ചോദ്യം, അബ്നോർമൽ ഇൻക്രീസ് ഇൻ ദ ലംബാർ കർവ് ഈസ് കോൾഡ് ഡാഷ്. അബ്നോർമൽ ഇൻക്രീസ് ഇൻ ദ ലംബാർ കർവ് ഈസ് കോൾഡ് ഡാഷ്. ഉത്തരം ലോർഡോസിസ്. ലോർഡോസിസ്. മൂന്നാമത്തെ ചോദ്യം, abnormally increased roundness of the thoracic curve or hump back is called dash. Abnormally increased roundness of the thoracic curve or hump back is called dash. ഉത്തരം കൈഫോസിസ്. നമ്മളിപ്പോൾ 3 ചോദ്യങ്ങളാണ് പഠിച്ചത്. കൈഫോസിസ്, സ്കോലിയോസിസ്, ലോർഡോസിസ്. സ്പൈൻ ഒരു സൈഡിലേക്ക് വളഞ്ഞിരിക്കുന്നതിനെയാണ് സ്കോലിയോസിസ് എന്ന് പറയുന്നത്. അത് നമുക്കിങ്ങനെ ഓർക്കാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ബാഗ് തൂക്കി ഒരു സൈഡ് വളഞ്ഞിരിക്കും. സ്കൂളിനെ സ്കോലിയോസിസുമായി കണക്ട് ചെയ്താൽ മതി. അടുത്തത് ലോർഡോസിസ്. അബ്നോർമൽ ഇൻക്രീസ് ഇൻ ദ ലംബാർ കർവ്. ലംബാർ കർവിൻ്റെയും ലോർഡോസിസിൻ്റെ ആദ്യത്തെ അക്ഷരം L ആണ്. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും. മൂന്നാമത്തേത് കൈഫോസിസ്. മുതുകിലൊരു കൂനുമായി തോറാക്സിക് കർവ് വളഞ്ഞിരിക്കുന്നതാണ് കൈഫോസിസ്. മുതുകിലൊരു കൂനുള്ള കഥാപാത്രമാണല്ലോ കുഞ്ഞിക്കൂനൻ. കുഞ്ഞിക്കൂനന്റെ ആദ്യത്തെ അക്ഷരം എന്താ? K. കൈഫോസിസിന്റെയും ആദ്യത്തെ അക്ഷരം K തന്നെയാണല്ലോ. ഇത്തരത്തിൽ നമുക്ക് കൈഫോസിസിനെയും ഓർത്തിരിക്കാം. ഈ 3 ചോദ്യങ്ങളും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം, ബോ ലെഗ് ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. ബോ ലെഗ് ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. ഉത്തരം ജീനുവാരം. അഞ്ചാമത്തെ ചോദ്യം, നോക്ക് നീ ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. നോക്ക് നീയുടെ മറ്റൊരു പേരെന്താണ്? ഉത്തരം ജീനുവാൽഗം. ബോ ലെഗ് ജീനുവാരമാണ്. നോക്ക് നീ ജീനുവാൽഗമാണ്. ആറാമത്തെ ചോദ്യം, ഡിക്രീസ് ഇൻ മസ്കുലാർ മാസ് ഈസ് കോൾഡ് ഡാഷ്. ഡിക്രീസ് ഇൻ മസ്കുലാർ മാസ് ഈസ് കോൾഡ് ഡാഷ്. ഉത്തരം മസ്കുലാർ അട്രോപ്പി. ഏഴാമത്തെ ചോദ്യം, ഇൻക്രീസ് ഇൻ മസ്കുലാർ മാസ് ഈസ് കോൾഡ് ഡാഷ്. ഉത്തരം മസ്കുലാർ ഹൈപ്പർട്രോഫി. മസ്കുലാർ മാസ് കുറവാണെങ്കിൽ മസ്കുലാർ അട്രോപ്പി, കൂടുതലാണെങ്കിൽ ഹൈപ്പർട്രോഫി, മസ്കുലാർ ഹൈപ്പർട്രോഫി. എട്ടാമത്തെ ചോദ്യം, ദ മോസ്റ്റ് കോമണസ്റ്റ് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഈസ് ഡാഷ്. ആർത്രൈറ്റിസിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൈപ്പ് ഏതാണ്? ഉത്തരം ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് ദ മോസ്റ്റ് കോമണസ്റ്റ് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ്. ഒൻപതാമത്തെ ചോദ്യം, ദ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഈസ് കോംപ്രമൈസ്ഡ് ബോൺ സ്ട്രെങ്ത് ഈസ് കോൾഡ് ഡാഷ്. ദ കണ്ടീഷൻ ഇൻ വിച്ച് ദർ ഈസ് കോംപ്രമൈസ്ഡ് ബോൺ സ്ട്രെങ്ത് ഈസ് ഡാഷ്. ഉത്തരം ഓസ്റ്റിയോപോറോസിസ്. പത്താമത്തെ ചോദ്യം, ഇഡിയോപ്പതിക് ബോൺ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ അബ്നോർമൽ ബോൺ റിസോർപ്ഷൻ ആൻഡ് ഫോർമേഷൻ ഇൻ വൺ ഓർ മോർ ബോൺസ് ഈസ് ഡാഷ്. ഇഡിയോപ്പതിക് ബോൺ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ അബ്നോർമൽ ബോൺ റിസോർപ്ഷൻ ആൻഡ് ഫോർമേഷൻ ഇൻ വൺ ഓർ മോർ ബോൺസ് ഈസ് ഡാഷ്. ഉത്തരം പാഗറ്റ്സ് ഡിസീസ്. പാഗറ്റ് ഡിസീസിന്റെ മറ്റൊരു പേരാണ് ഓസ്റ്റൈറ്റിസ് ഡിഫോമൻസ്. ഓസ്റ്റൈറ്റ് ഡിഫോമൻസ്. ദ ഇഡിയോപ്പതിക് ബോൺ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ അബ്നോർമൽ ബോൺ റിസോർപ്ഷൻ ആൻഡ് ഫോർമേഷൻ ഇൻ വൺ ഓർ മോർ ബോൺസ് ഈസ് പാഗറ്റ്സ് ഡിസീസ്. അടുത്ത ചോദ്യം, ദ കണ്ടീഷൻ വെയർ ബോൺസ് ബിക്കം അബ്നോർമലി സോഫ്റ്റ് ഡ്യൂ ടു ഡിസ്റ്റർബ്ഡ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് ബാലൻസ് സെക്കൻഡറി ടു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഈസ് ഡാഷ്. The condition where bones become abnormally soft due to disturbed calcium and phosphorus balance secondary to vitamin D deficiency is dash. ഉത്തരം ഓസ്റ്റിയോമലേഷ്യ. അടുത്ത ചോദ്യം, യൂറിക് ആസിഡ് അക്യുമുലേഷൻ ഇൻ ജോയിൻസ് ഈസ് ടേംഡ് ഡാഷ്. ജോയിൻസിൽ യൂറിക് ആസിഡ് അക്യുമുലേഷൻ, യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതിന് പറയുന്ന പേരെന്ത്? ഉത്തരം ഗൗട്ട്.
13ാമത്തെ ചോദ്യം, ഗൗട്ട് അക്വേഴ്സ് ഡ്യൂ ടു ഡിഫക്റ്റ് ഇൻ ഡാഷ് മെറ്റബോളിസം. എന്ത് മെറ്റബോളിസത്തിൻ്റെ ഡിഫക്റ്റ് കാരണമാണ് ഗട്ട് എന്ന ഡിസോർഡർ ഉണ്ടാകുന്നത്? ഉത്തരം പ്യൂറിൻ മെറ്റബോളിസം. പ്യൂറിൻ മെറ്റബോളിസത്തിലെ ഡിഫക്റ്റ് കാരണം ജോയിൻസിൽ യൂറിക് ആസിഡ് അക്യുമുലേഷൻ ഉണ്ടാകുന്നതിനെയാണ് ഗൗട്ട് എന്ന് പറയുന്നത്. 14ാമത്തെ ചോദ്യം, ദ പയോജനിക് ഇൻഫെക്ഷൻ ഓഫ് ബോൺ ആൻഡ് സറൗണ്ടിങ് ടിഷ്യൂ ഈസ് കോൾഡ് ഡാഷ്. ദ പയോജനിക് ഇൻഫെക്ഷൻ ഓഫ് ബോൺ ആൻഡ് സറൗണ്ടിങ് ടിഷ്യൂസ് ഈസ് കോൾഡ് ഡാഷ്. ഉത്തരം ഓസ്റ്റിയോമയലിറ്റിസ്. 15ാമത്തെ ചോദ്യം, ഗ്രൂപ്പ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഇൻവോൾവിംഗ് ഗ്രാജുവൽ ഡീജനറേഷൻ ഓഫ് മസിൽ ഫൈബേഴ്സ് ഈസ് ടേംഡ് ഡാഷ്. ഗ്രൂപ്പ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഇൻവോൾവിംഗ് ഗ്രാജുവൽ ഡീജനറേഷൻ ഓഫ് മസിൽ ഫൈബേഴ്സ് ഈസ് ടേംഡ് ഡാഷ്. ഉത്തരം മസ്കുലാർ ഡിസ്ട്രോഫി. മസ്കുലാർ ഡിസ്ട്രോഫി ആണ് ഗ്രൂപ്പ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ് ഇൻവോൾവിംഗ് ഗ്രാജുവൽ ഡീജനറേഷൻ ഓഫ് മസിൽ ഫൈബർ. 16ാമത്തെ ചോദ്യം, the fracture which occurs within last inch of distal radius is called dash. The fracture which occurs within last inch of distal radius is called dash. ഉത്തരം കോൾസ് ഫ്രാക്ചർ. ലാസ്റ്റ് ഇഞ്ച് ഓഫ് ഡിസ്റ്റൽ റേഡിയസിൽ ഉണ്ടാകുന്ന ഫ്രാക്ചർ ആണ് കോൾസ് ഫ്രാക്ചർ. 17ാമത്തെ ചോദ്യം, the fracture where there is fracture of the distal fibula is dash. ഡിസ്റ്റൽ ഫിബുലയിലുള്ള ഫ്രാക്ചറിന് പറയുന്ന പേരെന്താണ്? ഉത്തരം പോട്സ് ഫ്രാക്ചർ. ഡിസ്റ്റൽ റേഡിയസിൽ ഉണ്ടാകുന്നത് കോൾസ് ഫ്രാക്ചർ ആണ്. ഡിസ്റ്റൽ ഫിബുലയിൽ ഉണ്ടാകുന്ന ഫ്രാക്ചർ ആണ് പോട്സ് ഫ്രാക്ചർ. അടുത്ത ചോദ്യം, ദ ഫ്രാക്ചർ ഇൻ വിച്ച് വൺ സൈഡ് ഓഫ് കോർട്ടക്സ് ഈസ് ബ്രോക്കൺ ആൻഡ് അതർ സൈഡ് ഈസ് ഫ്ലെക്സ്ഡ് ബട്ട് intact is called dash. The fracture in which one side of cortex is broken and the other side is flexed but intact is called dash. ഒരു ബ്രോൺ ഫ്രാക്ചറിൽ ബോൺ രണ്ടായി പൊട്ടിപ്പോകാതെ ഒരു സൈഡ് മാത്രം പൊട്ടുകയും മറുവശം ഇൻടാക്റ്റ് ആയി ഇരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഫ്രാക്ചറിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ആണ് ബോൺ രണ്ടായി പൊട്ടിപ്പോകാതെ ഒരു സൈഡ് മാത്രം പൊട്ടുന്ന തരത്തിലുള്ളത്. അടുത്ത ചോദ്യം, ദ ഫാറ്റൽ കോംപ്ലിക്കേഷൻ വിച്ച് ഒക്കേഴ്സ് ആഫ്റ്റർ ഫ്രാക്ചർ ഓഫ് ലോങ് ബോൺസ് പെൽവിസ് റിബ്സ് സ്റ്റേണം എക്സെട്ര പ്രസൻറ്റിംഗ് വിത്ത് കാർഡിയോ റെസ്പിറേറ്ററി ഇൻസൾട്ടിക്കേഷൻ വിച്ച് ഒക്കേഴ്സ് ആഫ്റ്റർ ഫ്രാക്ചർ ഓഫ് ലോങ് ബോൺസ് പെൽവിസ് റിബ്സ് സ്റ്റേണം എക്സെട്ര പ്രസൻറ്റിംഗ് വിത്ത് കാർഡിയോ റെസ്പിറേറ്ററി ഇൻസൾട്ട് ഈസ് ഡാഷ്. ഉത്തരം ഫാറ്റ് എംബോളിസം സിൻഡ്രോം. ഫാറ്റ് എംബോളിസം സിൻഡ്രോം. അടുത്ത ചോദ്യം, ദ ലാറ്ററൽ ഹ്യൂമറൽ എപ്പികോണ്ടിലിറ്റിസ് അക്വയറിംഗ് ഡ്യൂ ടു റിപ്പറ്റേറ്റീവ് യൂസ് ഓഫ് wrist extensors and flexors is termed dash. The lateral humeral epicondylitis occurring due to repetitive use of wrist extensors or flexors is termed dash. ഉത്തരം ടെന്നീസ് എൽബോ. അടുത്ത ചോദ്യം, the medial humeral epicondylitis is termed dash. The medial humeral epicondylitis is termed dash. ഉത്തരം ഗോൾഫേഴ്സ് എൽബോ. ഗോൾഫേഴ്സ് എൽബോ. ലാറ്ററൽ ഹ്യൂമറൽ എപ്പികോണ്ടിലൈറ്റിസ് ആണ് ടെന്നീസ് എൽബോ. എന്നാൽ മീഡിയൽ ഹ്യൂമറൽ എപ്പികോണ്ടിലൈറ്റിസ് ആണ് ഗോൾഫേഴ്സ് എൽബോ. അടുത്ത ചോദ്യം, ദ പെയിൻ ആൻഡ് വീക്ക്നെസ് അസോസിയേറ്റഡ് വിത്ത് ഫോർവേഡ് ഫ്ലെക്ഷൻ ഓർ അബ്ഡക്ഷൻ ഓഫ് ദ ഷോൾഡർ എബോവ് 90 degrees സീൻ commonly in baseball pitches is termed dash. 90 ഡിഗ്രിയിലധികം ഷോൾഡർ മുന്നോട്ട് വളയുന്നത് കാരണം ഉണ്ടാകുന്ന പെയിനിനും വീക്ക്നെസ്സിനും പറയുന്ന പേരെന്ത്? ഉത്തരം ഇംപിഞ്ച്മെന്റ് സിൻഡ്രോം. ഇംപിഞ്ച്മെന്റ് സിൻഡ്രോം. ഇന്ന് നമ്മൾ പഠിക്കുന്ന അവസാനത്തെ ചോദ്യം ഇതാണ്, ദ പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ഫുട്ട് ദാറ്റ് അക്വർ ആഫ്റ്റർ യൂഷ്വൽ ആക്ടിവിറ്റീസ് വെൻ ദർ ഇസ് നോ എവിഡൻസ് ഓഫ് ട്രോമ ടു എക്സ്പ്ലെയിൻ എ ഫ്രാക്ചർ ഈസ് ടേംഡ് ഡാഷ്. The pain and swelling of foot that occur after usual activities when there is no evidence of trauma to explain a fracture is termed dash. ഉത്തരം സ്ട്രെസ് ഫ്രാക്ചർ. മറ്റു ട്രോമയൊന്നും കൊണ്ടല്ലാതെ യൂഷ്വൽ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്നതാണ് സ്ട്രെസ് ഫ്രാക്ചർ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.